So hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ആൻഡ്രോയിഡ് സൈഡിലെ രണ്ട് മഹാന്മാരുടെ കമ്പാരിസൺ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നടത്താൻ പോകുന്നത്. ഇതാണ് സാംസങ് ഗാലക്സി S21 Ultra വേഴ്സസ് OnePlus 9 Pro. ഇത് ഇപ്പോഴത്തെ കറന്റ് ആൻഡ്രോയിഡിലെ രണ്ട് ടോപ്പ് എൻഡ് ഫോൺസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ iPhone 12 Pro Max വേഴ്സസ് OnePlus 9 Proയുടെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ആൻഡ്രോയിഡ് ഫോൺ ആണ് വേണ്ടത് അല്ലാതെ ഐഫോൺ അല്ലെന്ന്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ടോപ്പ് എൻഡ് വേരിയന്റിനകത്ത് വരുന്നത് സാംസങ്ങിന്റെ S21 Ultra പിന്നെ OnePlusന്റെ 9 Pro ആണ്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺ ആണ് ഇപ്പോഴത്തെ കറന്റ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആൻഡ്രോയിഡ് സൈഡിൽ നിങ്ങൾ നോക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഇതിന്റെ കമ്പാരിസൺ ആയിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒപ്പീനിയൻ പ്ലസ് റിവ്യൂ വീഡിയോ ആണ്, ആക്ച്വൽ കമ്പാരിസൺ ഒന്നുമല്ല. അപ്പോൾ രണ്ട് ഫോൺസിലും അതിൻ്റെയായിട്ട് നല്ല കാര്യങ്ങളുണ്ട്, മോശ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ആയിരിക്കും ഞാൻ ഈ വീഡിയോക്കകത്ത് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബെല്ലൈക്കൺ കൊണ്ട് ഞെക്കുക. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം, പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഞെക്കുക. അപ്പോൾ കൂടുതൽ സമയങ്ങളായത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്തും നിങ്ങൾക്ക് കിട്ടുന്നത്. രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ OnePlus 9 Proയ്ക്കകത്ത് നിങ്ങൾക്ക് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ബാക്കിലെ ഗ്ലാസിന്. അതേസമയം സാംസങ് ഗാലക്സി S21 Ultrയ്ക്ക് നിങ്ങൾക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസ് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, S21 Ultrയ്ക്കകത്ത് നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട് ഗ്ലാസ്സിന്. അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ. പക്ഷേ അതേസമയം OnePlus 9 Proയിൽ നിങ്ങൾക്ക് ഗ്ലോസി ഫിനിഷ് ആണ് കിട്ടുന്നത്. ഇത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഗ്ലോസി ഫിനിഷ് ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളും നിങ്ങളുടെ ഫോണിന്റെ ബാക്കിൽ വരാൻ ചാൻസ് ഉണ്ട്. മാറ്റ് ഫിനിഷിൽ അതിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ കൈ കൊണ്ട് തൊട്ടാലും ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊന്നും ബാക്കിൽ വരത്തില്ല. ഈ ഒരു ഇഷ്യൂ ഉണ്ട്. OnePlus 8 Proയ്ക്ക് അത് മാറ്റ് ഫിനിഷ് ആയിരുന്നു, പക്ഷേ 9 Proയിൽ അവർ പ്രശ്നം ഗ്ലോസി ഫിനിഷ് ആണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഓവറോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ല തന്നെയാണ്. അലുമിനിയം ഫ്രെയിം കിട്ടുന്നുണ്ട് സൈഡിൽ. രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഡോങ്കലോ ബ്ലൂടൂത്തോ വഴി നിങ്ങൾക്ക് പാട്ട് കേൾക്കേണ്ടി വരുമായിരിക്കും. ആ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്. പിന്നെ IP68 റേറ്റിംഗ് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിംഗ് രണ്ട് സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും രണ്ട് സ്മാർട്ട് ഫോണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തോണം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിക്കകത്ത്. ഓവറോൾ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ല തന്നെയാണ്. പക്ഷേ എനിക്ക് S21 Ultrയുടെ ഡിസൈൻ ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ അതിന്റെ ക്യാമറ ഡിസൈൻ റോബോട്ടിക് ഫീൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോണം. ഓവറോൾ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ല തന്നെയാണ്. ഇതേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നല്ല ഡിസ്പ്ലേ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ സാംസങ്ങിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ നേരത്തെ പല വീഡിയോസിനകത്ത് പറഞ്ഞായിരുന്നു സാംസങ് തന്നെയാണ് അവരുടെ സ്വന്തം ഡിസ്പ്ലേസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതേസമയം OnePlusഉം iPhone ഒക്കെ സാംസങ് അല്ലെങ്കിൽ LGയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് സാംസങ് അവരുടെ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ അവർ ബെസ്റ്റ് ടെക്നോളജി ആയിരിക്കും ഡിസ്പ്ലേക്കകത്ത് അവരുടെ ഫോണിനകത്ത് ഇടുന്നത്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോണം. ഇപ്പോൾ OnePlusന് അവർ ഡിസ്പ്ലേ വിൽക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് ഡിസ്പ്ലേസ് ഒന്നും അവർ വിൽക്കാറില്ല. അവരുടെ സ്മാർട്ട് ഫോണിനകത്തായിരിക്കും ബെസ്റ്റ് ഡിസ്പ്ലേ ഇടുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോണം. അപ്പോൾ S21 Ultrയ്ക്കകത്ത് നിങ്ങൾക്ക് 6.8 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതേസമയം OnePlus 9 Proനകത്ത് നിങ്ങൾക്ക് 6.7 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. രണ്ട് ഡിസ്പ്ലേസും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ HDR10+ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് OnePlus 9 Proയ്ക്കകത്ത് LTPO ടെക്നോളജി കിട്ടുന്നുണ്ട്. ഇപ്പോൾ LTPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വേരിയബിൾ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ട് കാണായിരിക്കും സാംസങ് ഫോൺസ്. അതുപോലെ തന്നെ ടെക്നോളജിയാണ് LTPO ടെക്നോളജി. ഇപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ 30 Hz റിഫ്രഷ് റേറ്റ് മതി. ആ സമയത്ത് 30 Hzലോട്ട് ഓട്ടോമാറ്റിക്കലി ഫോൺ സ്വിച്ച് ചെയ്യും. അതുപോലത്തെ സംഭവങ്ങൾ OnePlus കൊണ്ടുവന്നിട്ടുണ്ട്. സാംസങ് ഗാലക്സി S21 Ultrയ്ക്കകത്തും അതുപോലത്തെ സംഭവങ്ങളുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണും ഇതുപോലത്തെ സെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നല്ല തന്നെയാണ്. നിങ്ങൾക്ക് 505 ppi സ്ക്രീൻ നിങ്ങൾക്ക് S21 Ultrയ്ക്കകത്ത് കിട്ടുന്നുണ്ട്. അതേസമയം 525 ppi പിക്സൽസ് പെർ ഇഞ്ചിന്റെ സ്ക്രീൻ നിങ്ങൾക്ക് OnePlus 9 Pro കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. S21 Ultrയ്ക്കകത്ത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. OnePlus 9 Proയ്ക്കകത്ത് നിങ്ങൾക്ക് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടാണ് കിട്ടുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോണം. പിന്നെ നിങ്ങൾക്ക് സാംസങ് ഗാലക്സി S21 Ultrയ്ക്കകത്ത് 1500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. അതേസമയം OnePlus 9 Proയ്ക്കകത്ത് 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സ്ക്രീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ S21 Ultrയുടെ ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ ബ്രൈറ്റർ OnePlus 9 Pro വെച്ച് നോക്കുകയാണെങ്കിൽ. OnePlus 9 Proയുടെ ഡിസ്പ്ലേ മോശമൊന്നുമല്ല, പക്ഷേ വെയിലത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ S21 Ultrയുടെ ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ ബ്രൈറ്റർ. കളേഴ്സും എനിക്ക് തോന്നുന്നു S21 Ultrയുടെ ആയിരിക്കും ബെറ്റർ ഓവറോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. ഇപ്പം നിങ്ങൾ ഡിസ്പ്ലേക്ക് ഒരു സ്മാർട്ട് ഫോൺ
വാങ്ങുവാണെങ്കിൽ ഞാൻ S21 Ultra ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, OnePlus 9 Pro അല്ല. OnePlus 9 Pro നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ ഒരു ഡിസ്പ്ലേ ഫാക്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മെയിൻ ആയിട്ട് വേണ്ട, നിങ്ങൾക്ക് മെയിൻ പെർഫോമൻസോ ക്യാമറ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കൂടെ കിട്ടിയാൽ കൊള്ളാമെങ്കിൽ മാത്രമേ OnePlus 9 Proയിലോട്ട് പോകാവൂ. മെയിൻ ആയിട്ടൊന്നും പോകുന്നില്ല. രണ്ട് സ്മാർട്ട് ഫോണത്ത് 1440p ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. OnePlus 9 Proയുടെ ഡിസ്പ്ലേ നല്ല തന്നെയാണ്, പക്ഷേ സാംസങ് പോലെ ഒന്നും വരത്തില്ല. അതേ ഉള്ളൂ എനിക്ക് പറയാം. ഇതേ ഉള്ളായിരുന്നു ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേയെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ പ്രോസസറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ മെയിൻ നോക്കേണ്ടത്. സാംസങ്ങിനകത്ത് നിങ്ങൾക്ക് Exynos 2100 ചിപ്സെറ്റ് ആണ് കിട്ടുന്നത്. ഇത് 5nm ബേസ്ഡ് ആണ്, 5G ചിപ്സെറ്റും കൂടെയാണ്, സബ് 6 GHz ബേസ്ഡ് ആണ്. അപ്പോൾ അതേസമയം OnePlus 9 Proക്കകത്ത് നിങ്ങൾക്ക് Snapdragon 8888 ആണ് കിട്ടുന്നത്. അതും 5nm ബേസ്ഡ് ആണ്, 5G ചിപ്സെറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഗ്ലോബലി നോക്കുവാണെങ്കിൽ Exynos 2100 ആയിട്ടാണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് Exynos 2100 ആയിട്ടാണ് S21 Ultra വരുന്നത്. പക്ഷേ അമേരിക്കയിലും നിങ്ങൾ കൊറിയയിലും നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ Snapdragon 888ന്റെ ചിപ്സെറ്റ് കിട്ടുമായിരിക്കും, സെയിം OnePlus 9 Pro കിട്ടുന്ന പോലെ. പക്ഷെ ഞാൻ പറയുന്നത് OnePlus 9 Proയിനായി പോകുന്നതായിരിക്കും ഭേദം. ഇപ്പോൾ നിങ്ങൾ പെർഫോമൻസ് തന്നെയാണ് മെയിൻ നോക്കുന്നതെങ്കിൽ, പെർഫോമൻസ് മെയിൻ വേണമെങ്കിൽ ഞാൻ OnePlus 9 Pro ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിനകത്ത് Snapdragon 888 ആണുള്ളത്, അത് Qualcomm ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ അവരുടെ ഒപ്റ്റിമൈസേഷൻ നല്ലതാണ്. ചിപ്സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഓക്സിജൻ വോയിസ് നല്ലോണം ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ അവരുടെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ വലിയ ഒപ്റ്റിമൈസ്ഡ് ആണ്. പക്ഷേ സാംസങ്ങിന്റെ കേസിൽ അതല്ല, അവർ ഒപ്റ്റിമൈസേഷൻ കാര്യത്തിൽ അവർ കൂടുതലൊന്നും നോക്കാറില്ല. Exynos 2100 നല്ല ചിപ്സെറ്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ ഒപ്റ്റിമൈസേഷൻ പോരാ. അത് കാരണം അതിന്റെ പെർഫോമൻസും വീക്ക് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഗെയിമിങ്ങിന് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഗെയിം ഡെവലപ്പേഴ്സ് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റിനാണ് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം Fortnite, PUBG, Call of Duty, Free Fire ഇതുപോലത്തെ ഗെയിംസ് നിങ്ങൾക്ക് അറിയിക്കാം. അപ്പൊ കൂടുതൽ ഗെയിം ഡെവലപ്പേഴ്സ് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റിനാണ് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തത് ഗെയിം. OnePlus 9 Proക്കകത്ത് ഇപ്പൊ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ഗ്രാഫിക്സ്, കൂടുതൽ FPS കിട്ടും. അതേസമയം നിങ്ങൾക്ക് S21 Ultra'ക്കകത്ത് അതുപോലത്തെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഒരു സെറ്റിംഗ് താഴെ വല്ല നിങ്ങൾക്ക് കളിക്കേണ്ടി വരുമായിരിക്കും OnePlus 9 Pro വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ GPU പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് S21 Ultra'ക്കകത്ത് Mali G78ന്റെ GPU ആണ് കിട്ടുന്നത്. അതേസമയം OnePlus 9 Proക്കകത്ത് നിങ്ങൾക്ക് Adreno 660 ആണ് കിട്ടുന്നത്. Adreno 660 ആണ് ഫാർ ബെറ്റർ Mali G78നെക്കാളും. ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം ഡെവലപ്പേഴ്സ് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ CPU പവർ, GPU പവർ നല്ലതാണ്. അതുകൊണ്ട് പെർഫോമൻസ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ OnePlus 9 Proനെ വാങ്ങാവൂ. ഇപ്പോൾ സാംസങ്ങിനകത്ത് വേറെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് വേണമെങ്കിൽ OnePlus 9 Pro ആയിരിക്കും ഭേദം. ഇപ്പോൾ സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 128GB, 256GB, 512GBയുടെ വേരിയന്റ് നിങ്ങൾക്ക് S21 Ultra'ക്കകത്ത് കിട്ടുന്നുണ്ട്. 12GB RAM ആണ് ഈ വേരിയൻസ് ആദ്യം കിട്ടുന്നത്. അതേസമയം OnePlus 9 Proക്കകത്ത് 128, 256, 12GB RAM വേരിയന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണും UFS 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ ഏകദേശം ഒരേ ടൈമിലൊക്കെ തുറക്കായിരിക്കും. പിന്നെ UIയുടെയും കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. ഇപ്പം നിങ്ങളുടെ ആപ്പ് ഓപ്പണിംഗ് ടൈം നോക്കുകയാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺ അത് നല്ല പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ OnePlus 9 Pro ആയിരിക്കും ഭേദം. ഇപ്പം നിങ്ങൾ ഗെയിമിങ്ങോ വീഡിയോ എഡിറ്റോ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇത് തന്നെയുള്ളത് രണ്ട് സ്മാർട്ട് ഫോണിന്റെ പ്രോസസ്സറിനെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ക്യാമറ സ്റ്റെപ്പിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചോണം നിങ്ങൾ ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്യാമറാസിന് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നത് S21 Ultra ആയിരിക്കും ഭേദം. അതിനെപ്പറ്റി കാരണങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ S21 Ultra'ക്കകത്ത് നിങ്ങൾക്ക് 108 മെഗാപിക്സലിന്റെ f1.8 അപ്പർച്ചറിന്റെ ലെൻസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് S21 Ultra'ക്കകത്ത്. OnePlus 9 Proക്കകത്ത് 48 മെഗാപിക്സലിന്റെ ആണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തോണം. മെഗാപിക്സലോട്ടൊന്നും കൂടുതൽ പോകണ്ട. നമുക്ക് മെയിൻ വേണ്ടത് ഇമേജ് ക്വാളിറ്റി പ്രോസസ്സിംഗും ആണ് ആ ഫോട്ടോയുടെ. അപ്പോൾ അതിന്റെ പ്രോസസ്സിംഗും പോസ്റ്റ് പ്രോസസ്സിംഗ്, ഇമേജ് ക്വാളിറ്റി, അതിന്റെ സെൻസറും കാര്യങ്ങളും നല്ലതായാലേ ഒരു ഫോട്ടോ നല്ലതാകത്തുള്ളൂ. അപ്പോൾ മെഗാപിക്സലോട്ടൊന്നും നമ്മൾ കൂടുതൽ പോകത്തില്ല. അപ്പോൾ മെഗാപിക്സലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് 108 മെഗാപിക്സലിന്റെ നിങ്ങൾക്ക് മെയിൻ ക്യാമറ S21 Ultra'ക്കകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ 10 മെഗാപിക്സലിന്റെ രണ്ട് ക്യാമറാസ് കിട്ടുന്നുണ്ട്. ഒരെണ്ണം പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ, ഒന്ന് സാധാ ടെലിഫോട്ടോ ക്യാമറ. പിന്നെ നിങ്ങൾക്ക് 10 അപ്പോൾ മെഗാപിക്സലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 108 മെഗാപിക്സലിന്റെ നിങ്ങൾക്ക് മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട് S21 Ultra'ക്കകത്ത്. അത് കഴിഞ്ഞിട്ട് 10 മെഗാപിക്സലിന്റെ രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. ഒരെണ്ണം ടെലിഫോട്ടോ, ഒന്ന് പെരിസ്കോപ്പ് ടെലിഫോട്ടോ. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ 12 മെഗാപിക്സലിന്റെ കിട്ടുന്നുണ്ട്. ഇതാണ് 4 ക്യാമറാസ് നിങ്ങൾക്ക് S21 Ultra'ക്കകത്ത് കിട്ടുന്നത്. OnePlus 9 Proക്കകത്ത് 14 മെഗാപിക്സലിന്റെ f1.8 അപ്പർച്ചറിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിന്റെ നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്. 15 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറ കിട്ടുന്നുണ്ട്. ഓവറോൾ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് നല്ലതാണ്. നിങ്ങൾക്ക് OnePlus 9 Pro ഹാസൽബ്ലേഡ് ടെക്നോളജി ആയിട്ടാണ് വരുന്നത്. പക്ഷേ സാംസങ്ങിനകത്ത് അതുപോലത്തെ സംഭവമൊന്നുമില്ല. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നിങ്ങൾ ഇമേജ് ക്വാളിറ്റി നിങ്ങൾ നോക്കുവാണെങ്കിൽ S21 Ultra ആയിരിക്കും ഭേദം. OnePlus അവർ ഇപ്രാവശ്യം ഹാസൽബ്ലേഡുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്.
ഉണ്ട്, പക്ഷെ എന്നാലും ക്യാമറാസ് ക്വാളിറ്റി അവർ S21 അൾട്ര പോലെ അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ S21 അൾട്രയ്ക്ക് അതിലായിരിക്കും കിട്ടുന്നത്. OnePlus പതുക്കെ എല്ലാം ക്യാമറാസിലോട്ട് നോക്കുകയാണ്, പക്ഷെ അവരുടെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ്, ബാറ്ററി, അതുപോലത്തെ കാര്യങ്ങളാണ്, അല്ലാതെ ക്യാമറാസ് അല്ല. ഇപ്പം നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ S21 അൾട്രയെ സജസ്റ്റ് ചെയ്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് പ്രോസസ്സറാണ് മെയിൻ വേണ്ടത്, പിന്നെ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് നല്ല ക്യാമറാസും വേണമെങ്കിൽ മാത്രമേ ഞാൻ OnePlus 9 Pro സപ്പോർട്ട് ചെയ്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മെയിൻ ക്യാമറാസ് വേണമെങ്കിൽ S21 അൾട്ര. ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഒരു ഫീച്ചറായിട്ട് വേണം, നല്ല ക്യാമറാസ് ഒക്കെ വേണമെങ്കിൽ OnePlus 9 Pro നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇത് തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി. ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും 8K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8K 24 FPS S21 അൾട്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8K 30 FPS നിങ്ങൾക്ക് OnePlus 9 Proക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K സപ്പോർട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് S21 അൾട്രക്കകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ OnePlus 9 Proക്കകത്ത് നിങ്ങൾക്ക് 16 മെഗാപിക്സൽ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. അത് 1080p വീഡിയോയെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. എനിക്കറിയത്തില്ല അവരെന്താ 1080p കൊണ്ടുവന്നത്. അവർക്ക് 4K എങ്കിലും ഫ്രണ്ട് ക്യാമറക്കകത്ത് കൊണ്ടുവരായിരുന്നു, പക്ഷെ അവരൊന്നും ഇപ്രാവശ്യം ഒന്നും ചെയ്തില്ല. ആ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 4K പോലും അവർ വെച്ചിട്ടില്ല. അപ്പോൾ അതൊരു മോശമായ കാര്യമാണ് OnePlus 9 Proക്കകത്ത്. ഓവറോൾ രണ്ട് സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല സെൽഫി ക്യാമറയാണ്, ഓവറോൾ ക്യാമറാസും നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നത് S21 അൾട്ര ആയിരിക്കും ബെറ്റർ പിക്ക്. അപ്പോൾ വേറെയും ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ രണ്ട് സ്മാർട്ട് ഫോൺസിനെ പറ്റി. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും ഹെഡ്ഫോൺ ജാക്കിന്റെ ഓപ്ഷൻ ഒന്നുമില്ല, അതും കൂടെ നിങ്ങൾ ഓർത്തണം. സ്റ്റീരിയോ സ്പീക്കറുടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കിട്ടുന്നുണ്ട്, ഒപ്റ്റിക്കല് OnePlus 9 Proക്കകത്തുണ്ട്, പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ നിങ്ങൾക്ക് S21 അൾട്രക്കകത്ത് കിട്ടുന്നുണ്ട്. S21 അൾട്രക്കകത്ത് പിന്നെ ഹൈബ്രിഡ് സ്ലോട്ടേ ഉള്ളൂ. അതേസമയം നിങ്ങൾക്ക് OnePlus 9 Proക്കകത്ത് നിങ്ങൾക്ക് 2 സിം ഇടാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് SD കാർഡ് സ്ലോട്ട് ഒന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷേ S21 അൾട്രക്കകത്ത് ഒരു SD കാർഡ് സ്ലോട്ട് അല്ലെങ്കിൽ ഒരു സിം അല്ലെങ്കിൽ 2 സിം ഇടാൻ പറ്റും വിത്തൗട്ട് SD കാർഡ് സ്ലോട്ട്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കണം, അതും കൂടെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് S21 അൾട്രക്കകത്ത് കിട്ടുന്നുണ്ട്. OnePlus 9 Proക്കകത്ത് നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ചാർജിങ് ടെക്നോളജിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതും കൂടെ നിങ്ങൾ ഓർത്തോണം. S21 അൾട്രക്കകത്ത് ബോക്സിനകത്ത് നിങ്ങൾക്ക് ചാർജറും കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് OnePlus 9 Proയുടെ ചില എഡിഷനകത്ത് നിങ്ങൾക്ക് വയർലെസ് ചാർജിങ്ങിന്റെ പാഡും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡോങ്കിൾ കിട്ടാറുണ്ട്, ചാർജർ കിട്ടാറുണ്ട്, പിന്നെ ചാർജിങ് ബ്രിക്ക് കിട്ടാറുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തോണം. ഇതുപോലത്തെ എല്ലാ ഫീച്ചേഴ്സും OnePlus 9 Pro കിട്ടും, പക്ഷേ S21 അൾട്രക്കകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ബ്രിക്കും നിങ്ങൾക്ക് കേബിൾ നിങ്ങൾക്ക് OnePlus 9 Proക്കകത്ത് കിട്ടും, അതൊരു നല്ല ഓപ്ഷനാണ്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് OnePlus 9 Pro സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബോക്സിനകത്തും വരുന്നുണ്ട്. അതേസമയം 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടാറില്ല. നിങ്ങൾക്ക് S21 അൾട്രക്കകത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി വാങ്ങിക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ 25 വാട്ട് വരെ എനിക്ക് ഒന്ന് S21 അൾട്രയും സപ്പോർട്ട് ചെയ്യുമായിരിക്കും. രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഈ നിങ്ങൾക്ക് LTPO ടെക്നോളജി നിങ്ങൾക്ക് OnePlus 9 Proക്കകത്ത് കിട്ടുന്നുണ്ട്. അത് കാരണം ബാറ്ററി എഫിഷ്യന്റ് ആയിരിക്കും. പുതിയ Snapdragon 888 കൂടെയാണ്. ഓവറോൾ രണ്ട് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും സെയിം തന്നെയാണ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ. എന്നാലും ഞാൻ പറയുന്നത് OnePlus 9 Proയുടെ ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കണം. പിന്നെ രണ്ട് സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ Oxygen OS ആണ് നിങ്ങൾക്ക് OnePlus 9 Proക്കകത്ത് കിട്ടുന്നത്. അത് Oxygen OS 11 ആണ്. One UI 3.0 നിങ്ങൾക്ക് S21 അൾട്രക്കകത്ത് കിട്ടുന്നുണ്ട്. Oxygen OS ആയിരിക്കും കുറച്ചുകൂടെ ഭേദം. നിങ്ങൾക്ക് ഇപ്പോൾ Android 11-നകത്താണ് രണ്ട് സ്മാർട്ട് ഫോണും കിട്ടുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ Android 13 വരെ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും കിട്ടുമായിരിക്കും. പക്ഷേ Android 14 നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി OnePlus 9 Proക്കകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേസമയം S21 അൾട്രക്കകത്ത് അതുപോലത്തെ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. Android 13 വരെ ആയിരിക്കും ലാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ലോങ് ടേമിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ OnePlus 9 Pro ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിനകത്ത് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളുണ്ട്, പെർഫോമൻസും കാര്യങ്ങളുണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കണം. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത് ഞാൻ എല്ലാം പറഞ്ഞതുകൊണ്ടാണ് OnePlus 9 Pro വേഴ്സസ് S21 അൾട്രയെ പറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനകത്ത് പറയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് ഇന്ന ഫീച്ചേഴ്സ് വേണം, ഏത് സ്മാർട്ട് ഫോൺ ആണെന്നല്ല ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെയുള്ളതാണ് ഈ വീഡിയോക്കകത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.